ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഐസ്ക്രീം വളരെ ഇഷ്ടമാണെന്നുള്ളത്. ബട്ടർസ്കോച്ചിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയോ ബീറ്ററോ ക്രീമോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം പ്രളയം തയ്യാറാക്കാം. അത് വേറൊന്നുമല്ല, പഞ്ചസാരയും നട്ട്സും ബട്ടറും ചേർന്നൊരു മിക്സിൻ്റെ പറയുന്ന പേരാണ്. ഇതുപോലൊരു പാത്രമാണ് ഞാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടുന്നത്. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി കാരമലൈസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കപ്പലണ്ടിയും കാഷ്യൂനട്ടുമാണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം, ബദാം ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചിലരിതിൽ ഒരു നുള്ളി ഉപ്പിടും. ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല. ഇപ്പോൾ നട്ട്സ് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് മാറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടില്ല. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്തതിന് ശേഷം പതുക്കെ നമുക്ക് ഇളക്കിയെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ ഒരു സോസ് തയ്യാറാക്കണം. അതിലേക്ക് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റാം. ഇതിൽ കട്ടി പിടിക്കാതെ നോക്കണം. ഇല്ലെങ്കിൽ നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പാൽ വറ്റിച്ച് ഒരു 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അടികട്ടി പിടിക്കാൻ പാടില്ല. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മറ്റൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബട്ടർസ്കോച്ചിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കോൺഫ്ലവർ ആയാലും എടുക്കാം. നമുക്കതിൽ വാനില എസൻസ് ചേർത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ 2.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ആകുമ്പോൾ ഒരു അത്യാവശ്യം മധുരമൊക്കെ വേണമല്ലോ. പിന്നെ എടുത്തിട്ടുള്ളത് പാലാണ്. വാം മിൽക്കല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്. ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും കാണാൻ പാടില്ല. അഥവാ ചെറിയ തരികളുണ്ടെങ്കിലും നമ്മളത് അരിച്ചെടുത്താൽ മതിയാകും. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാല് നന്നായി തിളച്ച് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് പാല് കാച്ചിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു കൈ കൊണ്ട് ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് കട്ടിപിടിക്കും. ഇതൊരു 3 മിനിറ്റോളം കുറുക്കിയെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം. സാധാരണ രീതിയിൽ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ നമ്മൾ ക്രീം കൂടി ചേർക്കാറുണ്ട്, ഐസ്ക്രീമിന് നല്ല കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ക്രീം ചേർക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാലിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുകൂടി ഇട്ട് കൊടുക്കാം. ക്രീമിന് പകരമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. 40 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
ഈ ഒരു മിക്സ് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 മണിക്കൂർ ഞാനൊരു ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി വയ്ക്കാം. അലൂമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഏതായാലും മതിയാകും. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 40 സെക്കൻഡോളം നമുക്ക് നന്നായി തന്നെ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്യാം. ഐസ്ക്രീം നല്ല സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർസ്കോച്ചിൻ്റെ സോസ് കൂടി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന മിക്സ് കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നട്ട്സ് മുകളിൽ മാത്രം കിടക്കാതെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് ബാക്കി വന്ന നട്ട്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായി മൂടി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച അലുമിനിയം ഫോയിൽ പേപ്പർ കൂടെ എടുത്ത് മൂടുന്നുണ്ട്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും നമ്മുടെ ഐസ്ക്രീമിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഡബിൾ ലെയർ വയ്ക്കുന്നത്. ഇനി നമുക്ക് നന്നായി മൂടി വയ്ക്കാം. ഇത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഐസ്ക്രീം എടുത്ത് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നോക്കി, നമ്മുടെ ഐസ്ക്രീം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർസ്കോച്ചിൻ്റെ സോസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ട്, നല്ല സാരമില്ല, നല്ല ടേസ്റ്റാണ് ഈ സോസ്. അങ്ങനെ ബട്ടർസ്കോച്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയാണ് ഈ ഐസ്ക്രീം. യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.